ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, മാർച്ച് 19 വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുനാള് കത്തോലിക്ക സഭ ആഘോഷിക്കുന്ന ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ സഹയാത്രികനായി, വിരക്ത ഭർത്താവായി, ഉണ്ണി ഈശോയുടെ വളർത്തുപിതാവായി ഒക്കെ സുവിശേഷം നമ്മളെ പരിചയപ്പെടുത്തുന്ന ആ യോസേപ്പ് പിതാവിന്റെ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പം, നമ്മുടെ അപ്പച്ചന്റെ തിരുനാള് നമ്മൾ ആഘോഷിക്കുന്ന ഈ ദിനത്തില് ഈ തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. കർത്താവ് ഒരു വചനം തരികയാണ് യോസേപ്പ് പിതാവിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ. എന്താണ് യോസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാനുള്ള ഏതാനും ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, അതിന് ചിന്തിക്കുമ്പോൾ കർത്താവ് തന്നൊരു വചനം ഇതാണ്. സങ്കീർത്തന പുസ്തകം 73:24. ഉപദേശം തന്ന് അങ്ങനെ നയിക്കുന്നു, പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും. നമുക്കറിയാം, യോസേപ്പ് പിതാവിനെ നമ്മൾ പരിചയപ്പെടുന്ന അവൻ മറിയത്തിന്റെ ഭർത്താവായ യോസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്ന സുവിശേഷം വചനം വായിച്ചുകൊണ്ടാണ്. അപ്പോൾ വളരെ നീതിമാനായ യോസേപ്പ് പിതാവ് എങ്ങനെയാണ് തന്റെ നീതിമാനായ തന്റെ ജീവിതം നയിച്ചത് എന്ന് ചോദിച്ചാൽ, നമുക്കൊക്കെ സുവിശേഷം പരിചയപ്പെടുത്തരുന്ന ഒരു സ്വരമുണ്ട്. ദൈവത്തിന്റെ ഉപദേശം തന്റെ സ്വപ്നത്തിലൂടെ സ്വീകരിച്ച് ദൈവിക വഴിയിലൂടെ നടക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് യോസേപ്പ് പിതാവ്. അപ്പോൾ തീർച്ചയായും യോസേപ്പ് പിതാവിന്റെ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ യോസേപ്പ് പിതാവ് നമ്മോട് പറയും, നിങ്ങൾ ദൈവത്തിന്റെ ഉപദേശം സ്വീകരിക്കുന്നവരായിരിക്കണം. ജീവിതത്തിന്റെ വഴികൾ ഒരുപക്ഷെ ഇന്ന് ലോകത്തിലോട്ട് നോക്കുമ്പോൾ പലരും ജീവിതത്തിന്റെ വഴികളിൽ തട്ടി വീഴുന്നവരാണ്, ചിലപ്പോൾ വീണു പോകാറുണ്ട്. അങ്ങനെ പല വിധത്തില് വഴി അറിയാത്തവരൊക്കെയുണ്ട്. നമുക്ക് കാണാൻ പറ്റും, ജീവിതം സ്റ്റക്കായി പോകാറുണ്ട്. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ എനിക്ക് ഇത് തീരുകയാണ്, അല്ലെങ്കിൽ മടുത്തു എന്ന് പറയുന്ന യാത്രകൾ പകുതി വെച്ച് നിർത്തുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ യോസേപ്പ് പിതാവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജീവിതത്തിലെ പരിശുദ്ധ അമ്മയോടുള്ള വിവാഹ നിശ്ചയം നടത്തിയ സമയം തൊട്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നുപോയ വ്യക്തിയാണ് യോസേപ്പ് പിതാവ്. പക്ഷെ യോസേപ്പ് പിതാവിന്റെ ജീവിതത്തിന്റെ യാത്ര ഒരിക്കലും നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ആ ജീവിതയാത്ര എപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഒരിടത്തും തളർന്നിരിക്കുന്നതായിട്ട് കാണുന്നില്ല. ഒരിടത്തും ഇത് വേണ്ട എന്നോ നോ എന്നോ പറയുന്ന ഒരു ജീവിതം നമ്മൾ കാണുന്നില്ല. മറിച്ച് യോസേപ്പ് പിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് മുഴുവൻ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു തന്നെ ചേർത്ത് വെക്കുന്ന ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ യോസേപ്പ് പിതാവ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാൻ പറ്റണം, കർത്താവിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വഴികളെ മുന്നോട്ട് നയിക്കാനുള്ള കൃപ ചോദിക്കണം. അത് സ്വർഗത്തിന്റെ ഉപദേശമാണ്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയില്ലാത്ത ഒരവസ്ഥയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എങ്ങനെ ആകണം എന്നറിയില്ലാത്ത ഒരവസ്ഥയുണ്ട്. നമുക്ക് കാണാൻ പറ്റും, പരിശുദ്ധ അമ്മയുമായ യോസേപ്പ് പിതാവിന്റെ ഈജിപ്തിലേക്കുള്ള യാത്രയ്ക്ക് സ്വർഗം മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ മുന്നോ പിന്നോ ആലോചിക്കാതെ ഉണ്ണിയെയും അമ്മയെയും കൂട്ടിക്കൊണ്ടുള്ളൊരു യാത്ര. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ അറിഞ്ഞിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത സ്ഥലത്തേക്കൊക്കെ പോകാൻ ദൈവം നമ്മളെ നിയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളിലേക്കൊക്കെ ദൈവം നമ്മളെ അനുവദിച്ച് കടത്തിവിടുമ്പോൾ കർത്താവ് മുമ്പിലൂടെ പോകും. അതല്ലേ കർത്താവ് പറഞ്ഞത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:2 ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും, ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും, പിച്ചള വാതിലുകൾ തകർക്കും. അതെ, നമുക്ക് മുമ്പേ പോകുന്ന, നമുക്ക് തടസ്സങ്ങൾ മാറ്റിത്തരുന്ന ഒരു സ്വർഗം നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യോസേപ്പ് പിതാവാണ് നമുക്കൊക്കെ കാണാൻ പറ്റുക. യോസേപ്പ് പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യോസേപ്പ് പിതാവ് നമുക്ക് കൂട്ടായിട്ട് നിൽക്കും. സത്യത്തിൽ യോസേപ്പ് പിതാവിനോട് വലിയൊരു ഭക്തി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ അത് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ യോസേപ്പ് പിതാവിന്റെ വർഷം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച സമയം തൊട്ട് ഞാൻ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചാലും എനിക്ക് ഒരു വലിയ പ്രസൻസ് ഫീൽ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ചില ജീവിതങ്ങൾക്ക് വേണ്ടി. എനിക്ക് അറിഞ്ഞുകൂടാ ആളുകൾ എന്തുമാത്രം യോസേപ്പ് പിതാവിന്റെ ഭക്തരാണെന്നൊക്കെ ഞാൻ ഈ അടുത്ത നാളിലാണ് തിരിച്ചറിയുന്നത്. അനേകം ജീവിതങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ നിന്ന് സഹായിക്കുന്ന യോസേപ്പ് പിതാവിനെയൊക്കെ ചില വിഷനിലൊക്കെ കാണാൻ പറ്റാറുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിന്റെ തലങ്ങളിൽ ഏറ്റവും വലിയ ശക്തിയായിട്ട് യോസേപ്പ് പിതാവ് മാറണം. യോസേപ്പ് പിതാവ് ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ അന്ധകാരം നിറഞ്ഞിരിക്കുമ്പോൾ യാത്ര ചെയ്യാൻ യോസേപ്പ് പിതാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, താങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോസേപ്പ് പിതാവെ ദൈവസ്വരം കേൾക്കുന്ന ഒരു വ്യക്തിയാക്കി, കർത്താവിന്റെ ഉപദേശം സ്വീകരിക്കുന്ന, അങ്ങനെ ദൈവിക മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ തക്ക വിധത്തിൽ ജീവിതത്തെ ഒരുക്കുന്ന ഒരു വ്യക്തിയാക്കി മാറാൻ എന്നെ സഹായിക്കണേ യേശുവേ പിതാവേ. ഇന്നൊറ്റ ചിന്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ദൈവസ്വരം കേട്ട, ദൈവത്തിന്റെ ഉപദേശം കേട്ട സ്വർഗീയ മഹത്വത്തിലേക്ക് തന്റെ ജീവിതത്തെ തിരുക്കുടുംബത്തോട് ചേർന്ന് നടത്തിയ ആ യേശുവേ പിതാവിനോട് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവസ്വരം കേൾക്കാൻ യേശുവേ പിതാവ് നമ്മളെ സഹായിക്കട്ടെ.